വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14 അധ്യായം 36 അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് തൊടാനെങ്കിലും അനുവദിക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. ഈശോയുടെ വസ്ത്രത്തിൽ പോലും കൃപകൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന് ഈ ജനം തിരിച്ചറിയുക. ഒരു പറ്റം ജനം ഇവൻ ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുമ്പോൾ അവൻ്റെ കൂടെ കൂടുകയാണ്. കാരണം ജീവിതം മറിയാൻ പോവുകയാണ്, ജീവിതത്തിൻ്റെ തലവര മാറാൻ പോവുകയാണ്. ഇവൻ്റെ കൂടെ നിന്നാൽ ജീവിതത്തിൽ സ്വർഗ കൃപകളും നിന്നിലേക്ക് എത്തുമെന്ന് അവൻ തിരിച്ചറിയുക. അവർ ഓടി ക്രിസ്തു എവിടെയുണ്ടോ അവിടേക്ക് ഓടിയെത്തുക. സംസാരിച്ചില്ലെങ്കിലും വേണ്ടുമില്ല, ഒന്നും കൈമാറിയില്ലെങ്കിലും വേണ്ടുമില്ല, അവൻ്റെ മിഴികളിലൊന്ന് നോക്കാൻ പറ്റിയില്ലെങ്കിലും വേണ്ടുമില്ല, കരങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒന്ന് എടുത്തു വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും വേണ്ടുമില്ല, പക്ഷേ വസ്ത്രത്തിൻ്റെ തുമ്പിലെങ്കിലും ഒന്ന് തൊട്ടാൽ അത് തന്നെ സൗഖ്യമാണ്. ജീവിതത്തിൻ്റെ തലവര മാറാനുള്ള വഴി അവിടെ ഉണ്ട് എന്ന് ജനം തിരിച്ചറിയുക. സ്നേഹമുള്ളവരെ, ക്രിസ്തു എന്നെ തൊട്ടുരുമി പോയിട്ട്, ക്രിസ്തു എന്നെ തലോടിപ്പോയിട്ട് എനിക്കെന്തേ ഈ ഒരു സ്പർശനത്തിൻ്റെ കൃപ അനുഭവിക്കാൻ സാധിക്കുന്നില്ല? ഓരോ ദിവസവും ഈ പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് എന്നെ സ്പർശിക്കുന്നില്ലേ? വസ്ത്രത്തിലല്ല, എൻ്റെ നാവിലൂടെ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന മുഹൂർത്തങ്ങളാണ് ഓരോ വിശുദ്ധ കുർബാനയും. കർത്താവെ, വിശുദ്ധ കുർബാന എന്നെ തഴുകിപ്പോയിട്ടും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടും ഈ സ്പർശനം എന്താ എൻ്റെ ജീവിതത്തിൽ അനുഭവവേദ്യമാകാത്തെ? പിന്നെ പറയുകയാണ്, സ്പർശിച്ചവരെല്ലാം, ഒരു കുറച്ചു പേര് മാത്രമല്ല, സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിച്ചു. അത് അടിവരയിടുക സുവിശേഷം. കർത്താവിനെ മനസ്സറിഞ്ഞ് തൊട്ടവരെല്ലാം, അതാണ് ആയിരക്കണക്കിന് ജനക്കൂട്ടത്തിനിടയിലൂടെ കർത്താവ് നടന്നു പോകുമ്പോൾ ആരൊക്കെയോ വസ്ത്രത്തിൽ തൊട്ടിട്ടുണ്ട്. തൊട്ടവരെല്ലാം, സ്നേഹമുള്ളവരെ, ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച് അവൻ്റെ വസ്ത്രത്തിലെങ്കിലും തൊട്ടവർ ജീവിതം സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കരകയറിയിട്ടുണ്ട് എന്ന് വചനം അടിവരയിടുകയാണ്. സ്നേഹമുള്ളവരെ, ക്രിസ്തു തൊട്ടാൽ ജീവിതം മാറും. നീ ആഗ്രഹിക്കണം, വിശ്വസിക്കണം. അവൻ്റെ വസ്ത്രത്തിൽ, അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ഭാഗമായി നിന്നാൽ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ മാറും. ഇന്നലെ നീ എന്തായിരുന്നു എന്നത് സ്നേഹമുള്ളവരെ ഒരു ഓർമ്മയായി അവശേഷിക്കത്തക്ക രീതിയിൽ ഒരു പുതിയ ചാപ്റ്റർ, പുതിയൊരു അധ്യായം, അസൂയാവഹമായ ഒരു പുതിയ അധ്യായം നിൻ്റെ ജീവിതത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. ക്രിസ്തു തൊട്ടതിന് മുൻപൊരു കാലം, ക്രിസ്തു തൊട്ടതിന് ശേഷം ഒരു കാലം. സാവൂളിനെ പോലെ അവൻ പൗലോസായി രൂപാന്തരപ്പെട്ടതുപോലെ നിൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നിന്നെ മാറ്റിക്കൊണ്ടുപോകും. ക്രിസ്തുവിൻ്റെ സ്പർശനത്തിനായി കാത്തിരുന്നാലോ? കർത്താവേ, എന്നെ ഒന്ന് തൊടാതെ പോകരുതേ, എന്നെ ഒന്ന് സ്പർശിക്കണമേ, എൻ്റെ ജീവിതം മുഴുവൻ മറിയട്ടെ. അങ്ങനെ സൗഖ്യം, സ്നേഹമുള്ളവരെ, സൗഖ്യം എൻ്റെ ജീവിതത്തിന് ലഭ്യമാകണമേ. സൗഖ്യം പല വിധത്തിലാണ്. മാനസികമായ സൗഖ്യം, ശാരീരികമായ സൗഖ്യം, പല വിധത്തിലുള്ള സൗഖ്യപ്പെടേണ്ട അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. പല വിധത്തിൽ മുറിവേൽക്കപ്പെട്ടവരല്ലേ നമ്മൾ. പല വിധത്തിൽ സൗഖ്യം സ്വീകരിക്കാനുള്ള ആഗ്രഹത്തോടെ അവനെ കൊതിയോടെ ഒന്ന് തൊട. മനസ്സ് നിറഞ്ഞ ക്രിസ്തു നിനക്കായി സൗഖ്യം ഒരുക്കി വച്ചിട്ടുണ്ട്. ആമേൻ.